ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഇത്രയും നേരം നമുക്ക് ഒരു ഇതുണ്ടായില്ല, എങ്ങോട്ടേലും പോകാനായിരുന്നു. പിന്നെ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ജിദ്ദ പാർക്ക് പറയുന്ന സ്ഥലമുണ്ട്. ഒരു ഇതാണ്, എന്താ, ഒരു മാളാണ്. അപ്പം അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. അപ്പം നമ്മൾ മാച്ചിട്ടൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ എത്തിയിട്ട്. അങ്ങനെ നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ടാക്സി എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലാണ് നമ്മളെ ജിദ്ദ പാർക്കിലോട്ട് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, എങ്ങനെ ഉണ്ടറിയാലോ ഗേൾസ്. ഇത് ഞങ്ങളായിക്കൂടെ പോയപ്പോൾ കണ്ട ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. അങ്ങനെ കുറച്ച് നേരം യാത്ര ചെയ്തപ്പോൾ നമ്മൾ ജിദ്ദ പാർക്കിൻ്റെ അടുത്തെത്തി. എക്സാക്ട്ലി നമ്മൾ അതിൻ്റെ അടുത്തോട്ട് എത്തിയില്ല, എന്നാലും നമുക്കിതിനെ വിട്ട് നിന്നാൽ കാണാൻ പറ്റും. അതിൻ്റെ പുറമൊക്കെ നമുക്കതിനെ കാണാം. ബട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ ഒരു സെഗ്മെൻറ്റ് ഉണ്ടല്ലോ, അവിടെ കുറച്ച് ഒരു ബ്ലോക്കാണ് ഗേൾസ്. നല്ലൊരു നിങ്ങൾക്കെന്നെ കാണുമ്പോൾ മനസ്സിലാവും, നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ട്രാഫിക്കിനൊക്കെ ശേഷം നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗേൾസ്. ഈ കാണുന്നതാണ് ജിദ്ദ പാർക്ക്, ഒരു മാളാണത്. നമുക്ക് ഇനി ടാക്സിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശരിക്കും ഒന്ന് കാണാം. അങ്ങനെ ഗേൾസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു മാളാട്ടോ, ജിദ്ദ പാർക്കാണ് ഞങ്ങൾ അങ്ങനെ അവസാനം തീരുമാനിച്ചത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തല്ലോ അത് നോക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിച്ചിരിക്കാം. അത്യാവശ്യം വലിയ മാളാട്ടോ, ഇത് കണ്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് ഇനിയും പണി നടക്കുന്നുണ്ട്. വലുതാട്ടോ. നമുക്ക് ഇനി എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം ഗൈസ്. ഇത്ര എടുത്തു കൂടെ, ഇത് ഞങ്ങൾ ഒരു സൂമും ചെയ്യണില്ല, ഇത്ര എടുത്തു കൂടെയാണ് ഇവിടെ പ്ലെയിൻ പോവുക. എന്നും ഉണ്ടാവും. ഞങ്ങളുടെ റൂമിന്റെ നേരെ മേലക്കൂടെയും പോകും കേട്ടോ. നമ്മൾ കരിപ്പൂരിലൊക്കെ പോയി പൈസ കൊടുത്ത് കാണുന്ന നമുക്കിവിടെ ഫ്രീ വെച്ചിക്കണം. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് എന്തായാലും ഉള്ളിലൂടെ കയറാൻ അയച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ കയറി നോക്കാം. ഇതാണ് കേട്ടോ ഇതിന്റെ എൻട്രൻസ്. നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഈ ഇടയിൽ കയറാം. നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് അടിപൊളി സംഭവം. അടിപൊളി, എന്തുപോലെ കാണാൻ നല്ല രസമുണ്ട് കാണാനേ. അടിപൊളി കൊല്ല സ്ഥലം. നമുക്ക് ഇതിൽ കൂടെ അങ്ങോട്ടും തെരപ്പര നടക്കാം. ഇത് കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഹൈഡ്രജൻ ബലൂണൊക്കെ ഉണ്ട് കേട്ടോ മാളിൻ്റെ ഉള്ളിൽ. ഇത് ഇവിടുത്തെ ഒരു ഷോപ്പാണ്. നല്ല ഭംഗിയുള്ള ഇതൊക്കെ ഉണ്ട്. അടിപൊളി നല്ല ക്യൂട്ട് സാധനങ്ങളാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോയേക്കാം. ഇവിടെ കുറെ വാച്ചസ് ഉണ്ട് കേട്ടോ. നടക്കുക ഇതിനുള്ളിലൊക്കെ വലിയ നമ്മളെ നാട്ടിലെ ആൾക്കോ ഏകദേശം ഇതുപോലെയൊക്കെ ഉണ്ടാവും. ഇതിവിടെ കുറെ ഡ്രസ്സിങ് ഷോപ്സ് ഉണ്ട്. നമുക്കതിന് പോയേക്കാം. ഇവിടെ എന്തോ സെൻട്രൽ പോയിന്റ് ഉണ്ട് ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. കണ്ടോ, ഇവിടെ കുറെ അങ്ങനത്തെ ഷോപ്സ് ആണ്. നമ്മളെ മോതിരത്തിന്റെ പെൻസിലൊക്കെ അടിപൊളിയായിട്ടോ ഗൈസ്. ഇവിടെ കുറെ സംഭവം ഉണ്ട്. അതേപോലെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഫുള്ള് ഉള്ളത്. കണ്ടോ, അടിപൊളി സംഭവങ്ങൾ. ഇത് അബായാസിന്റെ ഒക്കെ ഷോപ്പാണ്. പിന്നെ ഗേൾസ്, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറേ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഉണ്ടാവും, നിങ്ങൾ കാര്യമാക്കണം കേട്ടോ. നാളെയല്ല അപ്പം അങ്ങനത്തെ സൗണ്ടൊക്കെ. അബായ ഗേൾസ്, ഈ ഒരു ഷോപ്പ് ഫുള്ള് വാച്ചസിന്റെ വാച്ച് ബ്രേസ്ലെറ്റ്സിന്റെ ഒക്കെ കടയാണ്. ഇതൊരു ഷൂസിന്റെ ഷോപ്പാണ്. ആ കാണുന്നതാണ് ഗേൾസ് സെൻട്രൽ പോയിന്റ്. എല്ലാതും ഉള്ള ഷൂസ് എല്ലാ സംഭവമുള്ള ഒരു കട, അതാണ് സെൻട്രൽ പോയിന്റ്. നമ്മളെങ്കിൽ അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ഇതിന്റെ ഉള്ള് എന്ന് പറയുന്നത്. ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് എത്രയോ ഉള്ളു കേട്ടോ. ഇവിടെ കുറെ ഡ്രസ്സസ് ഉണ്ട്. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് തപ്പിയിട്ട് ഏതെങ്കിലും ഡ്രസ്സ് കിട്ടുമോ നോക്കാം. ഇവിടെ ഉണ്ട് ഗൈസ് കുറെ കമ്മലൊക്കെ, നല്ല പിന്നില്ല കമ്മല്.
ഇതൊക്കെ കണ്ടിട്ട് വാങ്ങാനുണ്ട്. ബട്ട് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. നമുക്ക് നോക്കിയാൽ നോക്കാം, വിലയൊക്കെ നമുക്ക് ഒത്തു വരികയാണെങ്കിൽ നമുക്ക് വാങ്ങാം. നോക്കാം, നമുക്ക് വില നോക്കാം. കാണാം ഇവിടെ കുറേ ക്ലിപ്സ് ഒക്കെ ഉണ്ട്, ഇറുക്കിയൊക്കെ പോലെ. ഇവിടെ കുറേ ഡ്രസ്സസ് ഉണ്ട്. ബട്ട് എന്നും വേണ്ട പിടിക്കുന്നില്ല നമുക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്. എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് എടുക്കണം എന്നാണ് ഇപ്പോൾ. ഇനി എടുക്കോ എടുക്കൂല എന്നറിയില്ല, നമുക്കൊന്ന് കണ്ടറിയും. ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ്. നല്ല അടിപൊളി ക്യൂട്ട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. കണ്ടോ എന്തോ ഒരു ക്യൂട്ട് കാഴ്ചനൊക്കെ കാണാൻ. ഇവിടെ കുറെ ബോട്ടിൽസ് ഒക്കെ ബാഗ്സ് ഒക്കെ എന്തൊരു ക്യൂട്ട് ബാഗ്സ്. പിന്നെ കുറെ ഡയറീസ് ഉണ്ട് ഇവിടെ, പിന്നെ കുറെ സംഭവം ഉണ്ട് ഗേൾസ്. അപ്പൊ നമ്മളൊന്നും വാങ്ങുന്നില്ല, നമുക്ക് എന്തായാലും പോയേക്കാം ഗേൾസ്. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു മേക്കപ്പ് ഷോപ്പാണ്. നല്ല കുറേ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. കണ്ടു, ഇതൊന്നും നമ്മൾ വാങ്ങുന്നില്ല, എന്നാലും ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകം. കുറേ ഐറ്റംസ് ഉണ്ട് ഗേൾസ് ഇവിടെ. പിന്നെ ഇത് നെക്സ്റ്റ് ഷോപ്പ് ഫുൾ ക്യാൻഡിൽസ് ആണ് ഗേൾസ് ഇവിടെ ഉള്ളത്. ഇതെന്തുവാ, നല്ല സ്മെല്ലുണ്ട്, എന്താന്ന് നമുക്കറിയില്ല. നമ്മൾ എന്തായാലും നല്ല രസമുണ്ട്. ഇന്ന് പുകയൊക്കെ വരുന്നുണ്ട് ഗേൾസ്. ഇത് അത്രയാണ് ഗേൾസ്. അവിടെ ഉണ്ട് പശി. ഇത് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഞങ്ങൾ കുറേ ടെസ്റ്റ് ചെയ്തു, ബട്ട് ഒന്നും ഇഷ്ടമല്ല ഗേൾസ്. നമുക്ക് അവിടുന്ന് ഞങ്ങൾക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മള് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ പോവാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേൾസ്. ഇവിടെയൊക്കെ ടീ ഷോപ്പ്, കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട്. ബട്ട് നമ്മൾ അതിലൊന്നും ഇപ്പൊ കയറുന്നില്ല ഗേൾസ്. നമുക്ക് തീരെ ടൈമില്ല, പെട്ടെന്ന് പോകണം. ഇതിപ്പോ അടക്കം പറയുന്നത് ഗേൾസ്. ഞങ്ങളുടെ കൂടെ പോയപ്പോൾ ഒരു വെറൈറ്റി വാച്ച്. വെറൈറ്റി നല്ല കുറെ ആൾക്കാർക്ക് ഉണ്ടാകും. ഇതുണ്ടോ ഈ ഒരു വാച്ച്. പിന്നെ നമ്മൾ വേറെ ഷോപ്പിൽ കയറിക്കോട്ടെ. കുട്ടികളിത് മാത്രമായിട്ടുള്ളൊരു ഷോപ്പ്. ഇതിലെ തപ്പാണ്, വേറെ ഇപ്പൊ കയറിയിട്ടുള്ളൂ കേട്ടോ. ഇനി കിട്ടുമല്ലേന്ന് അറിയത്തില്ല. നമുക്കത് ചെക്ക് ചെയ്തൊക്കെ. വളരെ യുണീക്ക് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മളെന്തായാലും തപ്പി നോക്കാം, കിട്ടുമല്ലോ നോക്കാം. ഇവിടെ ഉണ്ട് ഗേൾസ് ഇതുപോലത്തെ ഓർണമെന്റ്സ് കുറേ ഉണ്ട് കേട്ടോ, അതേപോലത്തെ. പിന്നെ ഇവിടെ കുറെ മിനി ബാഗ്സ് ഉണ്ട് ഗേൾസ്. ഈ ഒരു ക്യാരക്ടറിന്റെ നെയിം ആയിരിക്കില്ല, എനിക്കറിയില്ല ഗേൾസ്. കുറെ കണ്ടിട്ടുണ്ട്, അടുത്തവരെ എനിക്ക് ഇതിന്റെ ക്യാരക്ടറിന്റെ നെയിം അറിയത്തില്ല. ഇവിടെ കുറെ ഉണ്ട് ഗേൾസ് ഈ ക്യാരക്ടറിൽ ഇല്ലേ. പിന്നെ കുറെ വേറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും നമുക്കിപ്പോൾ വാങ്ങിയിട്ട് കാര്യമില്ല ഗേൾസ്. കണ്ടോ, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റാണ്. ഇവിടെ കുറേ ഡ്രസ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് തപ്പിട്ടും ഒരു കിട്ടണില്ല ഗേൾസ്. ഇവിടെ കുറേ ബേബി ഡ്രസ്സസ് ഉണ്ട്. നമുക്ക് അവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല ഗേൾസ്. പിന്നെ നമ്മൾ ഇനിയും അങ്ങോട്ടോ പോവാണ്. എങ്ങോട്ടെങ്കിലും പോകും. അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ട് പോവാണ്, എസ്കലേറ്ററിൽ കയറി പോവാണ്. അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. ഇറങ്ങാൻ വേണ്ടി പോകും. മിലു ഇറങ്ങി. പിന്നെ ഇതിന്റെ സെക്കൻഡ് ഫ്ലോർ ആണ്. നമ്മളിനി സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോർക്ക് പോവാണ്. സെക്കൻഡ് ഫ്ലോറിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിനി തേർഡ് ഫ്ലോർക്കാണ് ഗൾസ് പോകുന്നത്. നമ്മൾ തേർഡ് ഫ്ലോറിൽ ഇറങ്ങാനായിട്ടുണ്ട്. ഗൾസ് ഇത് തേർഡ് ഫ്ലോർ ആണ്. തേർഡ് ഫ്ലോർ ഫുള്ള് കാലിയായി കിടക്കാണ് ഗൾസ്. ഇതിൻ്റെ ഉള്ളിലൊരു പ്ലേ സ്റ്റേഷനാണ്. ഉള്ളിൽ കുറെ കളിക്കാനുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ സംഭവമാണ്. ഇവിടെ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്കേറ്റിംഗ് ഉണ്ട്, പിന്നെ കുറേ കുത്തി മറിയാനും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ബട്ട് ഇതൊന്നും ഞങ്ങൾക്ക് ഇതിൽ കയറാനൊന്നും അപ്പം മൂടുണ്ടായില്ല ഗൾസ്. അപ്പം ഞങ്ങൾ അതിനൊന്നും ഇപ്പം കയറിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ കയറാൻ വിചാരിച്ചു. അപ്പോൾ കയറാനൊരു തിണ്ടയില്ല ഗൾസ്. കാരണം അവിടെ ഫുള്ള് തിരക്കാണ്. ആ നിൽക്കുന്ന ക്യൂ ഫുള്ള് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. ഇതിൻ്റെ പേര് ഫണ്ണി മങ്കി എന്നാട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു മങ്കീനൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും.
കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ കടകളൊക്കെ നോക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയ പിസ്സ കഴിക്കാന്ന് ഇതില്ലത് എന്താ വാങ്ങാന്ന് അറിയത്തില്ല. ഉണ്ടോ നമുക്ക് നോക്കാം ഗൈസ്. ഇതാണ് അവിടുത്തെ മെനു. അപ്പോൾ ഇതിൽ അങ്ങനെ ചെക്ക് ചെയ്യാണ്. പിസ്സ വാങ്ങണം, ബർഗർ വേണം. പിന്നെ അവസരം ഞങ്ങൾ പിസ്സ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ പിസ്സക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി പിസ്സ വരണം. അതുപോലെ നമ്മളിവിടെ ചെയറിൽ എഴുതിട്ട് പോകാം. ടേബിളിൽ പിസ്സ വന്നിട്ട് കാട്ടാം. നമ്മളെ പിസ്സ ഇവിടെ എത്തിയിട്ടുണ്ട്. പോയി വാങ്ങാം. അപ്പോൾ ഇതാണ് നമ്മളെ പിസ്സ. ഇതിൻ്റെ ഒപ്പം നമ്മൾ 7-Up വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 പിസ്സയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി പെട്ടി തുറന്നിട്ട് അതിനുള്ള സാധനം എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നിരുന്നു. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ മേക്കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ പൊക്കി നോക്കുകയാണ്. നമ്മൾ എക്സ്ട്രാ ചീസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി വലിക്കുമ്പോൾ കാണുന്നുണ്ടോ നോക്കാം. കാണുന്നുണ്ടോ നല്ല പോലെ വലിയുന്നുണ്ട് കേട്ടോ. ചീസ് നല്ല ചീസ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. പെട്ടെന്ന് കളിയിൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് മുമ്പ് കഴിച്ചത് ഇത്ര ടേസ്റ്റ് ഉണ്ടായില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാലും ഒരു 50-50 പോലെ ആയിരുന്നു അത്. ഇത് അടിപൊളി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളിതിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ടാക്സി പിടിച്ച് നമുക്ക് പോകും. നമുക്കിനി നേരെ അടിക്ക് പോകണം. ഇതൊക്കെ ഞങ്ങൾ 4th ഫ്ലോറിലാണ് കഴിച്ച് നിൽക്കുന്നത്. ഇനി ഇതിൽ നിന്ന് അടിക്ക് നമുക്ക് പോകട്ടെ കഴിച്ച് പോകാം. നമ്മൾ തിരിച്ച് ലിഫ്റ്റിലാട്ടോ കഴിച്ച് പോകുന്നത്. ലിഫ്റ്റ് എന്ത് ചെയ്തു നമുക്ക് ലിഫ്റ്റിൽ കയറി പോകണം. വിശാലമായ ലിഫ്റ്റ് ഗൈസ്. ഇവിടെ ഞങ്ങൾ കണ്ട ഒരു പ്രതിമയാണിത്. എന്തോ ഒരു ഒട്ടകമാണ് കാണുന്നത്. ഒട്ടകത്തിന് 2 സൈഡിൽ അത് പെട്ടിയുണ്ട്. സ്വർണ്ണ പെട്ടിയാണ് ഗൈസ്. നല്ല രസമുണ്ട്. നല്ല യൂണീക്ക് ആയിട്ടുണ്ട് ഗൈസ്. നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മളിനി പുറത്തേക്ക് ഇറങ്ങി ടാക്സി വിളിക്കണം ഗൈസ്. നമുക്ക് ഇനി പോവാം, ടാക്സിയിലേക്ക് പോവാം ഗൈസ്. ഇതാണ് നമ്മളുടെ ബിൽഡിങ്ങിലോട്ടുള്ള എൻട്രി. ഇനി നമുക്ക് ലിഫ്റ്റിൽ കയറി റൂമിലോട്ട് പോകണം. ഗൈസ് നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിച്ചിട്ട് പോയി കടന്നുറങ്ങാം. കുറെ സമയമായി ഗൈസ്. 12 മണിക്ക് ആവാനായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.